എന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്രയം യേശുവിൽ എന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഇത്ര സൗഭാഗ്യം ഇച്ഛിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമാ. ഇത്ര സൗഭാഗ്യം ഇച്ഛിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമാ. തീരാത്ത സന്തോഷം ക്രിസ്തു. കരങ്ങൾ ഉയർത്തി പാടിക്കുക. തോരാത്ത കണ്ണീർ. നിങ്ങളുടെ ശബ്ദം ഒന്ന് കേൾക്കട്ടെ എന്റെ കാതിലുള്ളൂ. മണ്ണിലുള്ളൂ തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ. തോരാത്ത കണ്ണീര് മണ്ണിലുള്ളൂ, മണ്ണിലുള്ളൂ. ആശ്രയം യേശുവിൽ എന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരീരും പണിയാൽ പാടുള്ള പണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നേ. അനുഭവമുള്ളവര് കാരീരും പണിയാൽ പാടുള്ള പണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നേ, കാക്കുമെന്നേ. ആശ്രയം യേശുവിൽ എന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാ ആമേൻ. ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11, 12, 13 വാക്യങ്ങൾ. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11, 12, 13 വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിക്കാം. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്ക് അറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിട്ടിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിനും മതിയാകുന്നു. I can do all things through Christ which strengtheneth me. I can do all things through Christ who strengtheneth me. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്തിട്ട് ഒന്ന് പറഞ്ഞ്, യേശു ക്രിസ്തു എന്നെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. കർത്താവ് എന്നെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ആമേൻ. മലയാളത്തിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നാൽ ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ സ്പെസിഫിക് ആണ്, ക്ലിയർ ആണ്, വ്യക്തമാണ്.
ആരാണ് അവൻ? ആമേൻ. മലയാളത്തിൽ അവൻ എന്ന് പറഞ്ഞു പോയപ്പോൾ ഇംഗ്ലീഷിൽ പറയുകയാണ്, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം. വേറെ ആരുമല്ല, എൻ്റെ അപ്പനല്ല, എൻ്റെ അമ്മയല്ല, എൻ്റെ കൂടപ്പിറപ്പല്ല, എൻ്റെ ഭാര്യയോ ഭർത്താവോ കൂടെ ഉള്ളത് കൊണ്ടല്ല. ആമേൻ. എനിക്ക് ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ള ധൈര്യമല്ല. എന്നെ ശക്തനാക്കുന്നത് ലോകത്തിലെ ഒന്നുമല്ല. എന്നെ ശക്തനാക്കുന്നവൻ എനിക്ക് വേണ്ടി ജീവൻ തന്ന എൻ്റെ കർത്താവാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് അത് പറയാൻ കൃപ പ്രാപിച്ചിട്ടുണ്ട്? എത്ര പേർക്ക് ശക്തി ലഭിച്ചിട്ടുണ്ട്? എത്ര പേർക്ക് അനുഭവമുണ്ട്? ഞാൻ നിൽക്കുന്നത് എൻ്റെ ശക്തി കൊണ്ടല്ല, ഞാൻ നിൽക്കുന്നത് എൻ്റെ ബലം കൊണ്ടല്ല, ഞാൻ നിൽക്കുന്നത് എൻ്റെ പ്രാപ്തി കൊണ്ടല്ല, എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തു മുഖാന്തരം. ഹല്ലേലൂയ. ക്രിസ്തു മുഖാന്തരം. സാധാരണ നമ്മൾ ഈ വാക്യം ഒക്കെ വായിക്കുന്നത്, ഈ പ്രസംഗം കേൾക്കുമ്പോൾ ഈ വാക്യം ഉപയോഗിക്കുന്നതൊക്കെ ഒരു അൺലിമിറ്റഡ് സക്സസിനെ കുറിച്ചാണ്. ആമേൻ. പരിധികളില്ലാത്ത ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് എന്തിനേയും ജയിക്കാൻ പറ്റും, എനിക്ക് സക്സസ് ആണ്, എപ്പോഴും സക്സസ്. ആമേൻ. ഹല്ലേലൂയ. എപ്പോഴും വിജയം. അങ്ങനെ ആർക്കെങ്കിലും അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ? എപ്പോഴും വിജയിച്ച ആരെങ്കിലും ഉണ്ടോ? എപ്പോഴും വിജയിച്ച ആരെങ്കിലും ഉണ്ടോ? അല്ല. പൗലോസ് ഈ വാക്യം ഇവിടെ പറഞ്ഞത് ഒരു അൺലിമിറ്റഡ് സക്സസിനെ കുറിച്ചല്ല. തെറ്റിദ്ധരിക്കരുത്. വേദപുസ്തകത്തിലെ വചനങ്ങളെ നമ്മളിങ്ങനെ ഇഷ്ടമുള്ള പോലെ കോട്ടി ഒരു പ്രസംഗം പ്രസംഗിച്ചത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. സ്തോത്രം. പൗലോസ് ഇവിടെ ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ദ അപ്പോസ്റ്റൽ പോൾ വാസ് ഇൻ ദ പ്രിസൺ while he was writing this epistle. ഈ ലേഖനം എഴുതുമ്പോൾ എവിടെ കിടന്ന് എഴുതുന്നേ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇതിലൊരു ഉണർവ്വപ്രസംഗമൊന്നും വേണ്ട. റോമൻ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് എഴുതുക, സക്സസിൽ കിടന്ന് എഴുതുകയാണോ? ഇന്ന് ഒത്തിരി സക്സസിനെ കുറിച്ചുള്ള മോട്ടിവേഷൻ ക്ലാസ്സസ് ഒക്കെ നമുക്കുണ്ട്. അവരൊക്കെ സക്സസിൽ നിന്നുകൊണ്ടാണ് സക്സസ് ആകാനുള്ള വിജയം പറയുന്നത്. വലിയ ബിസിനസ്സുകാരെയൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് എങ്ങനെ ബിസിനസ്സിൽ സക്സസ് ആകാമെന്നുള്ളതിൻ്റെ ക്ലാസ് എടുപ്പിക്കും. മില്ലിനേഴ്സിനെയും കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കും. ഏതെങ്കിലും ചോട്ട ബിസിനസ്സുകാരനെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുമോ? ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ. അപ്പൊ ലോകത്തിന്റെ ആറ്റിറ്റ്യൂഡ് അല്ല ദൈവത്തിന്റെ ആറ്റിറ്റ്യൂഡ്. ലോകത്തിന്റെ സിസ്റ്റം അല്ല ദൈവത്തിന്റെ സിസ്റ്റം. ലോകം പഠിപ്പിക്കുന്നതല്ല ദൈവം പഠിപ്പിക്കുന്നത്. ദൈവവചനവും ലോകത്തിൻ്റെതായ എത്തിക്സ് തമ്മിൽ വളരെ വ്യത്യാസമാണ്. സ്തോത്രം. നമ്മളുടെ ആറ്റിറ്റ്യൂഡോ നമ്മുടെ മനോഭാവമോ നമ്മൾ ചിന്തിക്കുന്നോ അല്ല ദൈവം ചിന്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ വി ആർ സക്സസ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. നമ്മൾ വിചാരിക്കുന്നത് എപ്പോഴും ക്രിസ്തീയ ജീവിതം എപ്പോഴും സക്സസ് ആണ്, വിജയമാണ്, ഉയർച്ചയാണ്. ഇങ്ങനെ സൈക്കിളെ വന്നാൽ ഹെലികോപ്റ്ററിൽ പോവാം. സൈക്കിളെ വന്നാൽ നോ 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 ദാറ്റ് ഈസ് നോട്ട് ക്രിസ്ത്യൻ ലൈഫ്. അത് ക്രിസ്തീയ ജീവിതം അല്ല. ആമേൻ. പൗലോസ് he was imprisoned, ജയിലിനകത്ത് കിടന്നുകൊണ്ട് എഴുതുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഹലോ. ആമേൻ. പ്രതിസന്ധിയുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ, രോഗത്തിന്റെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ, പരിഹാസത്തിന്റെ നടുവിൽ, നിന്ദയുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് ഒരു സ്തോത്രം പറയാൻ പറ്റുന്നതാണ് നിന്റെ ശക്തി. അതാണ് നിന്റെ ബലം, അതാണ് നിന്റെ ആരോഗ്യം, അതാണ് നിന്റെ കൃപ. അത് പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അത് ഈ കോണ്ടെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കോണ്ടെക്സ്റ്റിൽ വ്യക്തമായിട്ടത് പറഞ്ഞിട്ടുണ്ട്. പൗലോസ് തുടങ്ങുന്നതിന് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അടുത്തത് താഴ്ചയിലിരിപ്പാനും. അപ്പൊ താഴ്ചയിലിരിക്കാൻ എന്നെ ശക്തീകരിക്കുന്ന ദൈവം എന്തിനെ ശക്തീകരിക്കും? ഉയർച്ചയിലിരിക്കാനല്ല, മാത്രമല്ല താഴ്ചയിലിരിക്കാനും എനിക്ക് ശക്തി തരുന്ന, ജയിക്കാനും തോക്കാനും എന്നെ ശക്തീകരിക്കുന്ന ദൈവം. നമുക്ക് അതിന് സ്തോത്രം പറയാൻ പറ്റില്ല. ആമേൻ. ഹല്ലേലൂയ.
സ്തോത്രം. അങ്ങനെ സ്തോത്രം പറയാൻ എത്ര പേർക്ക് പറ്റിയിട്ടുണ്ട്? ജീവിതത്തിൽ പരാജയങ്ങൾ വരുമ്പോൾ സ്തോത്രം പറയണം, ഉയർച്ചകൾ വരുമ്പോൾ സ്തോത്രം ചെയ്യണം. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ ഫിഫ വേൾഡ് കപ്പ് സമയമുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ടീം DR കോൺഗോ തോറ്റു കഴിഞ്ഞപ്പോൾ, സാധാരണ ഈ കഴിഞ്ഞ പ്രീ ക്വാർട്ടറിലേക്കുള്ള എൻട്രി തോറ്റു കഴിയുമ്പോൾ ആൾക്കാർ കരഞ്ഞ് ഗ്രൗണ്ടിൽ കിടന്ന് കരഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത്, നിലവിളിച്ച് കരഞ്ഞ്. നിങ്ങൾ എത്ര പേര് ഫിഫ കണ്ടു? പാവമൊന്നുമല്ല. സ്തോത്രം. കരഞ്ഞ് നിലവിളിച്ച് ഒക്കെ പോന്നേ. എന്നാൽ ഇവർ തോറ്റു കഴിഞ്ഞപ്പോൾ അവർ വട്ടത്തിൽ മുട്ടുമേ നിന്ന് കൈ കോർത്ത് പിടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു, ദൈവത്തിന് സ്തുതി കൊടുത്തു, ദൈവത്തിന് ആരാധന കൊടുത്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദൈവത്തെ ആരാധിക്കുന്നവർ, ദൈവത്തെ സേവിക്കുന്നവർ ഒരു ഫെയിലിയർ വരുമ്പോൾ നിലത്ത് കിടന്ന് കരയത്തില്ല, അവർ മുട്ടുമേ നിന്ന് സ്തോത്രം പറയും. ആമേൻ. നമ്മൾ പലപ്പോഴും പരാജയങ്ങൾ വരുമ്പോൾ നമ്മൾ നിരാശപ്പെട്ടു പോകും. എന്നാൽ കുഞ്ഞുങ്ങളെ, ഞാനൊരു ദൂത് കൈമാറാം. പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ എവിടെയെങ്കിലും ഒന്ന് താഴുമ്പോൾ, ആരെങ്കിലും നിങ്ങളെ ഇടിച്ചമർത്തുമ്പോൾ, ആരെങ്കിലും നിനക്കെതിരെ സംസാരിക്കുമ്പോൾ, നീ ചഞ്ചലപ്പെട്ടു പോകരുത്, നീ നിരാശപ്പെട്ടു പോകരുത്. അവിടെ നീ എഴുന്നേറ്റ് നിന്ന് ഒരു സ്തോത്രം പറയണം. ഇന്ന് പകൽക്കാലം ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കുന്നു, ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുന്നു. എവിടെയൊക്കെയോ തകർന്നുപോയ അനുഭവങ്ങൾ, പലതും നേടാൻ കഴിയാത്തതിന്റെ വേദനകൾ, പലപ്പോഴെടുത്ത് തോറ്റുപോയതിന്റെ, പരാജയപ്പെട്ടതിന്റെ വേദനകൾ ഇന്ന് പകൽക്കാലം ഈ ആരാധനയിൽ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുന്നത് എന്നെ കാണിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ റിസീവ് ചെയ്യാൻ പറ്റിയത്? ഇന്ന് പകൽക്കാലം ഈ ദൂത് പറയാനായി വാക്യം എനിക്ക് ദൈവം തന്നത്. ഇനി എന്തെങ്കിലുമൊക്കെ പറയുന്നതിൽ കുറെ അതിനകത്ത് ഉള്ളതിനേക്കാൾ ദൂത് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ചില യങ്സ്റ്റേഴ്സിനോട്, യൂത്തിനോട്, കുഞ്ഞുങ്ങളോട് ദൈവാത്മാവിൽ സംസാരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും നീ പ്രതീക്ഷിച്ച ഇടത്തെത്താൻ കഴിയാതെ നീ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് തകർന്നു പോകാനല്ല ദൈവം നിന്നെ വിളിച്ചത്. താഴ്ചയുടെ അനുഭവത്തിലും പലതും ഡിലേ ആകുമ്പോഴും, പലതും നടക്കാതെ വരുമ്പോഴും, മറ്റുള്ളവർ നിന്നെ നിന്ദിക്കുമ്പോഴും അവിടെ എഴുന്നേറ്റുന്നൊരു സ്തോത്രം പറയാൻ നിനക്ക് കഴിയുമെങ്കിൽ, അതിന് ദൈവം നിന്നെ ബലപ്പെടുത്തുക, അതിന് ദൈവം നിന്നെ ശക്തീകരിക്കുക, അതിന് ദൈവം നിന്നെ ബലപ്പെടുത്തുന്നു. അതാ ഇവിടെ പറഞ്ഞത്, താഴ്ചയിലിരിക്കാൻ എന്നെ ബലപ്പെടുത്തുന്ന ദൈവം. ഹല്ലേലൂയ. അടുത്തത്, സമൃദ്ധിയിലിരിക്കാൻ എന്നെ ബലപ്പെടുത്തുന്ന ദൈവം. പിന്നെ തൃപ്തനായിരിക്കാൻ, in abundance and in need, in freedom and in prison, in hunger and in fullness. Oh Jesus, hallelujah. വയറ് നിറഞ്ഞ് തൃപ്തനായിരിക്കുമ്പോഴും സ്തോത്രം. ഒരു നേരത്തെ ആഹാരം എനിക്ക് വിശക്കുമ്പോൾ കഴിക്കാനില്ലാതിരിക്കുമ്പോഴും എന്നെ ബലപ്പെടുത്തുന്ന ദൈവം. ആ ദൈവസ്നേഹം അനുഭവിച്ച എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട്. ആരും നിന്റെ കൂടെ ഇല്ലാതിരിക്കുമ്പോഴും അവിടെ നിന്നെ പിടിച്ചു നിർത്തുന്നത് ഈ ദൈവത്തിൻ്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ബുദ്ധിമുട്ട് അനുഭവിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും ഞാൻ ശീലിച്ചിരിക്കുന്നു. എനിക്കതെല്ലാം ശീലമാണ്. അതെല്ലാം ഞാൻ കടന്നുപോയിട്ടുണ്ട്. അതൊന്നും എൻ്റെ ഭാഷയെ പറഞ്ഞാൽ, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ അതൊന്നും പുത്തരിയല്ല. ആമേൻ. കഷ്ടതയോ വെല്ലുവിളിയോ നിന്നയോ പരിഹാസമോ ഒന്നും നമുക്ക് പുത്തരി അല്ല. സ്തോത്രം.
ആമേൻ. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അവിടെ എല്ലാം ശക്തീകരിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടുണ്ടെന്ന്, എന്നെ ശക്തനാക്കുന്ന യേശു കർത്താവ് കൂടുണ്ടെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ തകർന്നു പോകാതിരിക്കുന്നത്. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ടാണ് പൗലോസ് ഇങ്ങനെ പറയും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അതാ സകലത്തിനും എന്ന് പറഞ്ഞത് മുമ്പിൽ പറഞ്ഞ വിഷയങ്ങളോടുള്ള ബന്ധത്തിലാണ്. സ്തോത്രം. സകലത്തിനും ഞാൻ മതിയാകുന്നു. സ്തോത്രം. പൗലോസ് ഒരു സമ്പന്നനായ മനുഷ്യനൊന്നും അല്ലായിരുന്നു. ചരിത്രം പറയുന്നത് അദ്ദേഹം വലിയ ബില്യനയർ ആയിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിനൊന്നും നമ്മൾ ബിബ്ലിക്കൽ എവിഡൻസസ് ഒന്നും നമുക്കില്ല. ഹിസ്റ്റോറിക്കൽ എവിഡൻസ്, സെക്യുലർ എവിഡൻസസ് ഒക്കെ എടുത്താണ് പൗലോസ് വലിയ വലിയ ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥൻ്റെ മകനായിരുന്നു എന്നൊക്കെ പഠിപ്പിക്കുന്നത്. നമ്മുടെ വിഷയമല്ല. ആയിക്കോട്ടെ, പൗലോസ് എത്ര സമ്പന്ന. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ എബ്രായനിൽ നിന്ന് എബ്രായനായിരുന്നു. ആമേൻ. അല്ലല്ലോ, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് ലാഭമായിരുന്നു ഒക്കെ ഛേദമെന്നെണ്ണി. അപ്പൊ ലാഭമായിരുന്നു എന്തൊക്കെയോ തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നയാളാണ്. അതെന്തായിക്കോട്ടെ, നമുക്ക് വിഷയമല്ല. സ്തോത്രം. ലാഭമായിരുന്ന അനേകം കാര്യങ്ങൾ തനിക്കുണ്ടായിരുന്നു. അതെല്ലാം വലിച്ചെറിഞ്ഞിട്ടാണ് താൻ ഈ വേദപുസ്തകം എടുത്തത്, ക്രിസ്തുവിന്റെ സാക്ഷിയായത്. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ഒടുവിൽ പൗലോസിൻ്റെ ഒത്തിരി ഒന്നുമില്ലായിരുന്നു. പൗലോസിന് ഉണ്ടായിരുന്നൊരു കാര്യം, തൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് 2 തിമോത്തിയോസ് 4:13 ഒന്ന് വായിച്ചേ. 2 തിമോത്തിയോസ് 2:4-13. ഞാൻ ത്രോവാസിൽ കർപ്പോസിന്റെ പക്കൽ വെച്ചേച്ചു പോന്ന കർപ്പോസിന്റെ പക്കൽ വെച്ചേച്ചു പോന്ന പുതപ്പും എനിക്ക് ആകെ ഉണ്ടായിരുന്നൊരു സാധനം പുതപ്പ് ഞാൻ കർപ്പോസിന്റെ വീട്ടിൽ വെച്ചിട്ടാ വന്നേ. ത്രോവസിൽ ചെന്നപ്പം അവിടെ വെച്ചിട്ടാ വന്നേ. അതെന്തുവാ? പുതപ്പും പുസ്തകങ്ങളും വിശേഷ ചർമ്മലിഖിതങ്ങളും, കുറെ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. നീ വരുമ്പോൾ എനിക്ക് കൊണ്ടുവരണം. സ്തോത്രം. ഒടുവിൽ പൗലോസിന്റെ കയ്യിൽ പൗലോസിന്റെ അസറ്റ് എന്ന് പറയാൻ എന്തേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പൗലോസിനെ സമ്പന്നനാക്കാൻ വേണ്ടി ശക്തീകരിച്ച ദൈവം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ലോകത്തിലെ എന്തെങ്കിലും നേട്ടങ്ങളിലേക്ക് ശക്തീകരിക്കുന്ന ദൈവം, അതല്ല ഇവിടെ സ്പിരിച്വൽ മീനിങ് എന്ന് പറയുന്നത്. ദൈവം എന്തെങ്കിലും തരുന്നെങ്കിൽ സന്തോഷത്തോടെ അനുഭവിച്ചോ, അതൊന്നും കളയണ്ട. എന്നാൽ അത് മാത്രമല്ല, പൗലോസ് പറയുകയാണ്, ഞാൻ എൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് കുറെ പുസ്തകങ്ങളും കുറെ ചുരുളുകളും പുതയ്ക്കാനൊരു പുതപ്പും. സ്തോത്രം. അപ്പോൾ സാമ്പത്തികമായി ഫൈനാൻഷ്യലി അദ്ദേഹം വലിയ സമ്പന്നനൊന്നും ആയിരുന്നില്ല. ഫിസിക്കലി നമ്മളെ ഏറ്റവും കൂടുതൽ ബലഹീനമാക്കുന്ന നമ്മുടെ ആരോഗ്യമാണ്. നമ്മുടെ വയറൊന്ന് കമ്പിച്ചാൽ നമ്മുടെ അന്നത്തെ ദിവസം ആണോ അല്ലേ? തീർന്നു. ഒരു ചെറിയ കമ്പം ഉണ്ടായാൽ തീർന്നില്ലേ? ഒരു തലവേദന, രാവിലെ എഴുന്നേറ്റ് ഈ വശത്തു നിന്ന് താഴോട്ട് തലവേദന വന്നു, അന്നത്തെ ദിവസം പോയി. സ്തോത്രം. അത്രയൊക്കെ ഉള്ളൂ നമ്മളൊന്ന് ഓർത്തോണം. അത്രയൊക്കെ ഉള്ളൂ നമ്മൾ. സ്തോത്രം. പൗലോസ് ഫിസിക്കലി അത്ര സ്ട്രോങ് ഇനഫ് ഒന്നും അല്ലായിരുന്നു. 2 കൊരിന്ത്യർ 12 പൗലോസിന്റെ ശരീരത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പൗലോസ് തന്നെ പറയുന്നുണ്ട്. എഴുതിയാട്ടെ, വായിച്ചാട്ടെ. 2 പത്രോസ് 12 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 2 കൊരിന്ത്യൻസ് 2 കൊരിന്ത്യർ 12 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നോക്കുക, വെളിപ്പാടിൽ താൻ സമ്പന്നനായിരുന്നു. എന്തിൽ അദ്ദേഹം സമ്പന്നനായിരുന്നു? റെവലേഷനിൽ അദ്ദേഹം സമ്പന്നനായിരുന്നു. ദൈവം വലിയ വെളിപ്പാടുകൾ കൊടുത്തിരുന്നു. പലർക്കും കൊടുക്കാത്ത വെളിപ്പാട് പ്രാർത്ഥനാ മുറിയിൽ പൗലോസിന് ലഭ്യമായിരുന്നു. അതാണ് പൗലോസ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ, ഹലോ,
ഞാൻ എവിടുന്നോ തപ്പിയെടുത്ത് നിങ്ങൾക്ക് തന്ന ഒരു ഫിലോസഫി അല്ലിത്. ഐ റിസീവ്ഡ് ഫ്രം മൈ ലോഡ്. എൻ്റെ പ്രാർത്ഥനാ മുറി ഞാൻ മുട്ടുമടക്കിയപ്പോൾ എൻ്റെ വെളിപ്പാടിൽ ദൈവം എനിക്ക് തന്ന ആ ആത്മീക ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറുക. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പ്രാർത്ഥനാ മുറിയിൽ ലഭിച്ച വെളിപ്പാടിൽ അദ്ദേഹം സമ്പന്നനായിരുന്നു. വെളിപ്പാടുകളുടെ ആധിക്യ നിമിത്തം ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് നിഗളം ആർക്കും വരാം. നിഗളം ആർക്കും വരാം. പൗലോസിനും വരാം, നെബൂഖദ്നേസറിനും വരാം, ലൂസിഫറിനും വരാം. സ്തോത്രം. വെളിപ്പാടുകളുടെ ആധിക്യ നിമിത്തം നിഗളിച്ചു പോകാതിരിക്കാൻ എന്തോ മർമ്മോ ഇത്. സ്തോത്രം. നമുക്ക് തന്നെ ആത്മീകമായ തലങ്ങളിൽ ഞാൻ മറ്റുള്ളവരെക്കാൾ ബെറ്റർ ആണെന്നുള്ള ചിന്ത നമ്മളെ ഭരിച്ച് ഒന്ന് മുഖത്ത് നോക്കി ചിരിക്കാൻ പോലും കഴിയാത്ത വലിയ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിരിച്ച കൃപ പോകുന്നു, ചിരിച്ച എന്ത് പോവും? പ്രൈസ് ദ ലോർഡ്. ഹലോ, സ്തോത്രം. ദൈവം നിന്നെ എത്രത്തോളം ഉയർത്തുവോ അത്രത്തോളം താണോണം. ദൈവം നിന്നെ എത്രത്തോളം സ്പിരിച്വലി ഉയർത്തുമോ, മറ്റുള്ളവർക്ക് കൊടുക്കാത്തൊരു കൃപ നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത്രയും താണോണം. നീ മുട്ടുമടക്കുമ്പോൾ ദൈവം നിനക്ക് കാതുകളിൽ ദൂത് തരുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ. നീ അന്യഭാഷ പറയുമ്പോൾ അതിന്റെ കൂടെ ഒരു പ്രവചനത്തിന്റെ ശബ്ദം കൂടെ വരുന്നുണ്ടെങ്കിൽ നീ താണോണം. ഹല്ലേലൂയ. വെളിപ്പാടുകളുടെ ആധിക്യ നിമിത്തം നിഗളിച്ചു പോകരുത്. സ്തോത്രം. പൗലോസ് പറയാണ്, വെളിപ്പാടുകളുടെ ആധിക്യ നിമിത്തം ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ആര് ശൂലം തന്നു? എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ആര് തന്നു? ആരാ തന്നേ? വെളിപ്പാട് തന്ന ദൈവം ഒരു ശൂലം കൂടെ എനിക്ക്. നമുക്ക് എന്തിഷ്ടം എന്തിഷ്ടമല്ല. നമുക്ക് വെളിപ്പാട് ഇഷ്ടമാണ്, ശൂലം ഇഷ്ടമല്ല. ആമേൻ. വെളിപ്പാടുണ്ടോ? ശൂലം കൂടെ ഉണ്ട്. വെളിപ്പാടുണ്ടോ? ദൈവം നിനക്ക് ആത്മീയ ശുശ്രൂഷ തന്നിട്ടുണ്ടോ? നിന്നെ കുത്താൻ ആരെങ്കിലും ഒക്കെ ആക്കി വെക്കും. ഇടയ്ക്കിടയ്ക്കൊരു കുത്തും. നല്ലതാന്നേ. ആ കുത്തു വരുമ്പോൾ ഒന്നുകൂടെ നീ മുട്ടുമടക്കും. സ്തോത്രം. കർത്താവിൻ്റെ മുഖത്തേക്ക് നീ നോക്കും. ദൈവിക വെളിപ്പാടുകൾക്ക് വേണ്ടി ഒന്നുകൂടെ നീ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അതാ ഇവിടെ വെളിപ്പാടുകളുടെ ആധിക്യ നിമിത്തം എന്താ സംഭവിച്ചെന്നാ? വായിച്ചേ. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടത്. എന്തിനാ തന്നെ ഈ കുത്തെന്തിനാ തന്നേ? നിന്നെ കൃപ നിർത്താനായിട്ടാ. നീ കൃപ വിട്ടുപോകാനല്ല, ശുശ്രൂഷ വിട്ടുപോകാനല്ല, നീ തളർന്നു പോകാനല്ല. ആമേൻ. ഞാൻ പറയുന്നത് ആത്മീക ദൂത് മനസ്സിലാവുന്നുണ്ടോ? ഒരു രോഗം നിനക്ക് തന്നിരിക്കുന്നത്, ഒരു വേദന നിനക്ക് തന്നിരിക്കുന്നത്, ഒരു പ്രശ്നം നിനക്ക് തന്നിരിക്കുന്നത് എന്റെ കർത്താവിന് നിന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ടാ, ഒത്തിരി നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാ. അടിക്കടി വിശ്വാസത്തിന്റെ പരിശോധനയ്ക്കകത്തൂടെ നീ പോകുന്നത് നിന്നെ മറ്റുള്ളവരെക്കാൾ ദൈവത്തിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർ കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വെളിപ്പാടുകളുടെ ആധിക്യ നിമിത്തം ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്താൻ സാത്താന്റെ ദൂതനെ തന്നെ. അത് ആരെ അനുവദിച്ചിരിക്കുന്നേ? ആരെ അനുവദിച്ചത്? അവൻ മര്യാദയ്ക്ക് കുത്തുവോ? നിങ്ങൾ എന്നോട് ഉണ്ടേ? നിങ്ങളോട് ഏറ്റവും ഇഷ്ടമുള്ള നിന്നെ കുത്ത ഏൽപ്പിച്ചാൽ ഇഷ്ടമുള്ളവരാണ് എന്ത് ചെയ്യും? ലിസയോട് പറയുകയാണ്, ദാനിയേൽ പാസ്റ്റിന് ഇടയ്ക്ക് കുത്തു കൊടുത്തേക്കണമെന്ന് പറഞ്ഞു. ലിസ എങ്ങനെയായിരിക്കും എന്നെ കുത്തുന്നേ?
സ്നേഹത്തിന് അച്ഛന് വേന എടുക്കല്ലേ, എന്നാ ദൈവം പറഞ്ഞുകൊണ്ടൊരു കുത്ത് കൊടുക്ക്. എന്നോടുണ്ടേ, എന്നോട് പ്രവീണിനൊരു കുത്ത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണമെന്ന്. ഞാനൊരു കുത്തും, പക്ഷെ ഒരു പരുവത്തിലെ കുത്തുള്ളൂ. എന്നാൽ എന്നെ കുത്താൻ ആരെ വെച്ചിരിക്കുന്നേ? ആരെ ഏൽപ്പിച്ചേക്കുന്നേ? നിങ്ങളൊന്ന് പറയുന്നു. ഞാൻ പറഞ്ഞത് ഉണർവ് പ്രസംഗമൊന്നും അല്ല, നമ്മൾ ഒരുമിച്ച് പ്രസംഗിക്കുക. ആരെ വെച്ചിരിക്കുന്നേ? ആ കുത്തിന് ഒന്നൊന്നര കുത്ത. ആ കുത്ത് എന്താ കുത്ത എന്ന് പറയുന്നില്ലല്ലോ. ആ കുത്തിന്റെ എഫക്റ്റ് എന്തുവാ? ഒന്നൊന്നര കുത്തു അവൻ. സ്തോത്രം. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ആരെ ആക്കി വെച്ചിരിക്കുന്നു? ഒരു മനസാക്ഷി ഇല്ലാത്ത കുത്ത്. എന്തോ കുത്ത്? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. അത് മോക്കെങ്കിലും മനസ്സിലായില്ലത്. അപ്പോൾ ശ്രദ്ധിച്ചോണം, അതൊന്നും സാത്താന്റെ ദൂതനെ തന്റെ കുത്താനാക്കി വെച്ചിരിക്കുന്നു. ഓർത്തോണം കേട്ടോ. നമുക്കുണ്ടാകുന്ന കഷ്ടത, വേദന, പരിശോധന, വെല്ലുവിളികൾ ഒക്കെ ഇത്തിരി കഠിനമാണെന്ന് തോന്നുമ്പോൾ ഓർത്തോണം, കർത്താവ് നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു, ഒത്തിരി ഇഷ്ടപ്പെടുന്നു. നീ കൃപയിൽ നിൽക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീ ദൈവകൃപയിൽ നിൽക്കാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്. നീ കർത്താവിന് വേണ്ടി ഇനിയും പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നു. നീ കർത്താവിന് വേണ്ടി തലമുറയിൽ പ്രകാശിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവനാമത്തിന് വേണ്ടി ശോഭിക്കാൻ ഇഷ്ടപ്പെടുന്നു. ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നീ തളർന്നു പോകരുത്, നീ ക്ഷീണിച്ചു പോകരുത്, നീ ബലഹീനമായി പോകരുത്. അവിടെ നീ ഒന്നുകൂടെ മുട്ടുമടക്കണം. എന്താ സംഭവിച്ചേ? പൗലോസ് വായിച്ചാട്ടെ ജെൻസൺ ബ്രദറെ. അതെന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 പ്രാവശ്യം കർത്താവിനോട് അപേക്ഷിച്ചു. 3 പ്രാവശ്യം കർത്താവിനോട് ഞാൻ അപേക്ഷിച്ചു. എന്റെ ഭാഷ പറഞ്ഞ ഉപവസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ പ്രശ്നം, ഈ രോഗം ഒന്ന് മാറ്റി തരണേ, ഈ ഇൻഫർമിറ്റി എൻ്റെ ബോഡിയിൽ നിന്നൊന്ന് മാറ്റി തരണേ, ഈ പ്രതികൂലം ഒന്ന് മാറ്റി തരണേ. നമ്മുടെ ഒരു സ്വാഭാവികമായ ഒരു പ്രശ്നം നേരിടുമ്പോൾ മാറാൻ പ്രാർത്ഥിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അതിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു രോഗം വരുമ്പോൾ സ്വാഭാവികമായി, ഒരു പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായി കർത്താവ് ഇതിനകത്തു തന്നെ ഒന്ന് പുറത്ത്. സ്തോത്രം. 1ാമത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ നടന്നില്ല, 2ാമത് വീണ്ടും പ്രാർത്ഥിച്ചു, കർത്താവെ എന്നെ ഈ പ്രശ്നത്തിനകത്തു നിന്ന് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. 3ാമത് പിന്നെയും പ്രാർത്ഥിച്ചു, കർത്താവെ ഈ പ്രശ്നത്തിനകത്തു നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണം, ഈ കുത്തെനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഉടനെ അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി. ആരെന്നോട് ഡമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു യേശു ഞാൻ എന്ന് പറഞ്ഞ, ജാതികൾക്ക് അപ്പോസ്തലനായി ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞ ആ സെയിം സൗണ്ട്, അതേ ശബ്ദം തന്നെ എന്നോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ ഇതവിടെ ഇരുന്നോട്ടെ, ഇത് നിനക്കൊരു നന്മയാ, ഇത് നിനക്കൊരു അനുഗ്രഹമാ, ഇതവിടെ ഇരുന്നോട്ടെ. പക്ഷേ മറ്റാർക്കും കൊടുക്കാത്തൊരു കൃപ അതാർക്ക് വേണം ഇന്ന് പകൽക്കാലം? ആ കൃപ വേണ്ട എത്ര ദൈവമക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ കൃപ വേണ്ട എത്ര ദൈവമക്കൾ ഇവിടെ വന്നിട്ടുണ്ട്.
ദൈവമക്കളെ, നീ അനുഭവിക്കുന്ന ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന മുഴുവൻ പ്രശ്നങ്ങളും, ആർക്കും അറിയാത്ത പ്രശ്നങ്ങൾ, ആരോടും പറയാത്ത പ്രശ്നങ്ങൾ, അതിനകത്ത് നീ ഒരു പടി പോലെ താണുപോകാതെ, മുങ്ങിപ്പോകാതെ നിന്നെ അതിൻ്റെ മീതെ ഉയർത്തി നിർത്തുന്ന ഒരു ദൈവകൃപ. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നേ? എന്റെ ശക്തി. അതാണല്ലോ നമ്മുടെ വിഷയം. സ്ട്രെങ്ത് ആണ്. പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, എന്റെ ശക്തി ബലഹീനതയിൽ, നിന്റെ ബലഹീനതയിൽ, നിന്റെ വീക്ക്നെസ്സിൽ തികഞ്ഞു വരുന്നു എന്റെ സ്ട്രെങ്ത്. ഞാൻ ഈ ഭാവം വായിച്ചു വന്നത് ഇതിനു വേണ്ടിയാണ്. നിന്റെ ബലഹീനതയിൽ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ദൂത് മനസ്സിലായവർക്കായി സ്തോത്രം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ആരാ ശക്തീകരിക്കുന്നത്? എന്നെ ദുഷ്ടപിശാച് വലിച്ചെറിയുമ്പോഴും തകർക്കുമ്പോഴും കുത്തുമ്പോഴും ഒക്കെ എന്നെ ചേർത്ത് പിടിച്ച് എന്നെ ബലപ്പെടുത്തുന്ന ഒരു സർവശക്തൻ എന്റെ കൂടുണ്ടെന്നുള്ള ആഴമായ ഉറപ്പ്. ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ദൈവകൃപ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ആരൊക്കെയോ മനസ്സിൽ ബലഹീനപ്പെട്ട് തളർന്ന് ക്ഷീണിച്ച്, കർത്താവേ എന്താ ഇത്രയും വേദന എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ പറയുന്നത്, അപ്പോൾ തന്നെ ശക്തീകരിച്ചത് തൻ്റെ പണമല്ല, തന്നെ ശക്തീകരിച്ചത് തൻ്റെ ആരോഗ്യമല്ല. സാമ്പത്തികമായി അദ്ദേഹം വളരെ വീക്കായിരുന്നു. ഫിസിക്കലി അദ്ദേഹം വളരെ വീക്കായിരുന്നു. നിങ്ങൾ ചിന്തിക്കരുത്, അവരെല്ലാം വലിയ മിടുക്കിൽ നിന്നുകൊണ്ടല്ല ഇതൊന്നും പറഞ്ഞത്, ഇല്ലായ്മയിൽ നിന്നുകൊണ്ടാണ്. അത് പൗലോസ് ഒന്നുകൂടെ വ്യക്തമാക്കുന്ന മറ്റൊരു വേദഭാഗം ഈ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ തന്നെ ഉണ്ട്. അതോ 1 കൊരിന്ത്യൻസ് ആണോ? 4-ാം അധ്യായം 7-ാം വാക്യം. 7-ാം വാക്യം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടതിന്. അപ്പോൾ ഞങ്ങളെ ഈ ബലഹീനതയിൽ ഞങ്ങളെ ശക്തരാക്കുന്ന ദൈവശക്തി, അത് ഞങ്ങളുടെ സ്വന്തമല്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തോന്നാറുണ്ട്, ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്ന എൻ്റെ കഴിവുകൊണ്ടാണ്, എൻ്റെ പ്രാപ്തി കൊണ്ടാണ്. നല്ല ദൈവമക്കളെ, നമ്മൾ സീറോയാ. നമ്മൾ എപ്പോഴും ഭരിക്കേണ്ട ഒരു വലിയ കാര്യം, കർത്താവേ ഞാൻ സീറോയാണ്, പക്ഷെ എൻ്റെ കർത്താവ് എന്നെ ബലപ്പെടുത്തി കഴിയുമ്പോൾ ഞാൻ ഹീറോയാവും. കർത്താവേ ഞാൻ നത്തിങ് ആണ്, എന്നാൽ നീ എന്നെ ബലപ്പെടുത്തുമ്പോൾ ഐ നോ ഐ ആം സംതിങ്. ആമേൻ, ഹല്ലേലൂയ. ഹീറോ ആണെന്ന് നീ കാണിക്കാൻ പോകണ്ട, സംതിങ് ആണെന്ന് നീ കാണിക്കാൻ പോകണ്ട, അതാകുമ്പോഴും നീ താണിരുന്നോണം. സ്തോത്രം. ഇവിടെ പറഞ്ഞത് എന്നെ ശക്തൻ, ഈ അത്യന്ത ശക്തി. അപ്പൊ ഞാൻ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന് പറയാൻ കാരണം എൻ്റെ മേൽ വ്യാപരിക്കുന്ന ഈ ശക്തിയാണ്. ഈ ശക്തി, ഗോഡ്സ് പവർ. ദൈവശക്തി. അപ്പൊ നമ്മുടെ മേൽ എന്തോ ഉണ്ട്? പൗലോസ് പറഞ്ഞ ശക്തി എന്താണ്? ദൈവശക്തി. ഒന്ന് വാ തുറന്ന് പറഞ്ഞ ദൈവശക്തി, ദൈവശക്തി, ഗോഡ്സ് പവർ. ഓ ജീസസ്. ആ ശക്തിയുടെ ആഴം നിങ്ങൾ മനസ്സിലാക്കണം. ശൂന്യത എന്ന സകലത്തെ വിളിച്ചു വരുത്തിയ ശക്തി. ലാസറെ പുറത്തു വന്ന് പറഞ്ഞപ്പോ പുറത്തു വന്ന ശക്തി. ഈ ശക്തിയാണ് പൗലോസിനെ ഗാർബേജിൽ വലിച്ചു കൊണ്ടിട്ടപ്പോൾ അവിടുന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന ശക്തി. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു, ആമേൻ. നിന്നെ എത്രത്തോളം വലിച്ചെറിഞ്ഞു തകർത്താലും അവിടുന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്ന് അത് ഇന്ന് പകൽക്കാലം നിന്റെ മേൽ എന്റെ ദൈവം പകരുകയോ.
let the weak say that I am strong. ആരാ സ്ട്രോങ് എന്ന് പറയണ്ടേ? നമ്മളെപ്പോഴും പറഞ്ഞു പഠിച്ചു, പാസ്റ്റർ ഐ എം വെരി വീക്ക്, ഐ എം വെരി വീക്ക്, ഐ എം സിക്ക്, ഐ എം വെരി പുവർ, പാസ്റ്റർ ഐ എം സഫറിങ്, ഞാൻ ഒത്തിരി കഷ്ടപ്പെടുക. നോ, അത് സ്റ്റോപ്പ് ചെയ്യ്. നമുക്ക് പറയാം ഐ എം സ്ട്രോങ് ഇനഫ്, ഞാൻ ശക്തനാണ്. ആമേൻ. എനിക്ക് കഴിയും. ത്രൂ ജീസസ് ഐ ക്യാൻ ഡു സംതിങ്. ത്രൂ ജീസസ് I can overcome. Through Jesus I can be a success. Through Jesus I can be a victorious man. Through Jesus. Oh, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം പറ, വാ തുറന്ന് പറ. നീ വീഴാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ തളർന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ ആരുടെ മുമ്പിൽ കൈനീട്ടാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ ആരുടെ മുമ്പിലും തലകുനിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ആരുടെ മുമ്പിലും തോറ്റുപോകാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ എത്ര താഴെ പോയാലും, എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതോ തീരല്ല, യേശുവിൻ കരങ്ങളില. അതുപോലുള്ളവർ കൈ ഉയർത്തി പാടിക്കേ. വീഴുന്നതോ തീരല്ല, യേശുവിൻ കരങ്ങളില. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമേരിക്കാൻ കരുതിയിട്ടുണ്ട്. ആമേൻ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമേരിക്കാൻ കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിച്ചില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ആമേൻ. എന്തിനെന്നു ചോദിച്ചില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ, ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ നടക്കുന്നതേശുവത്രേ. ഞാനവൻ കരങ്ങളിലാ, ഞാനവൻ കരങ്ങളിലാ. ആമേൻ. നടക്കുന്നതേശുവത്രേ. ഞാനവൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച ആമേൻ പരിഹാരമേരിക്കാൻ കരുതിയിട്ടുണ്ട്. ഓ, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച ആമേൻ പരിഹാരമേരിക്കാൻ കരുതിയിട്ടുണ്ട്. ആമേൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കോ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ഇല്ല ഞാൻ. എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ആമേൻ. എല്ലാ സാഹചര്യത്തിലും എൻ്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി. അത് പൗലോസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. താഴോട്ട് വായിക്കാമോ ആ ഭാഗം? ആമേൻ. ഈ അത്യന്ത ശക്തി എന്റെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം. ഓ, പറഞ്ഞിരിക്കുന്ന വാക്കുകളൊക്കെ നോക്കിക്കോണം. ഈ ദൈവശക്തിക്ക് കൊടുത്തിരിക്കുന്ന വാക്ക് എന്താണ്? ഇത് ട്രഷറാണ്, അമൂല്യമായ ഒരു നിധിക്ക് തുല്യമാണ്. വിലമതിക്കാനാകാത്ത ഒരു നന്മയ്ക്ക് തുല്യമാണിത്. അമ്മ സാധാരണ ഒരു കാര്യമല്ല ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഓർഡിനറി സംതിങ്. അതിനപ്പുറത്തൊരു
supernatural, immeasurable, amen, unexplainable, amen, unspeakable. നിനക്ക് നിന്റെ നാവ് കൊണ്ട് പറയാൻ പറ്റാത്ത, വിശദീകരിക്കാൻ പറ്റാത്ത, നിനക്ക് അതിന് വിലമതിക്കാൻ പറ്റാത്ത ഒരു ട്രഷറാണ് ഈ ശക്തി. ഓ ഹല്ലേലൂയ. അനുഭവമുള്ള ഒരു സഹോദരൻ പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ആ ശക്തി എനിക്ക് തന്നിരിക്കുന്നു. അത് ട്രഷറാണ്, അത് നിക്ഷേപമാണ്, അത് നിധിയാണ്. വായിച്ചേ, ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. എവിടെ തന്നിരിക്കുക? ഈ വീക്ക്നെസ് ഉള്ള, ഇൻഫർമിറ്റീസ് ഉള്ള, ശൂലമുള്ള, വേദനയുള്ള, ഞെരുക്കമുള്ള, പട്ടിണിയുള്ള ഈ മൺപാത്രത്തിൽ ആ നിക്ഷേപം എൻ്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്നു. ഒരു വലിയ കൺവിക്ഷൻ, ഒരു വലിയ കൺവിക്ഷൻ, ഒരു വലിയ ഉറപ്പ്, ആമേൻ, ഒരു വലിയ ധൈര്യം എൻ്റെ അകത്ത് ദൈവം തന്നിരിക്കുന്നത്. ഈ ഭൂമിയിലെ ഏതെങ്കിലും നശിച്ചു പോകുന്ന വെള്ളത്തിന്റെ കുമിള പോലെയുള്ള ആരെങ്കിലും എടുത്തു മാറ്റാൻ കഴിയുന്ന ഒന്നല്ല എൻ്റെ മേൽ പകർന്നിരിക്കുന്നത്. Nothing can take out this power from me. The power. ഹല്ലേലൂയ. ആ ശക്തി അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അത്യന്ത ശക്തി, ഇമ്മെഷറബിൾ ആയിട്ടുള്ള ഈ പവർ എൻ്റെ അകത്ത്, ഈ നിക്ഷേപം മൺപാത്രത്തിൽ, ഈ വീക്ക് വെസലിനകത്ത്, ഈ വീക്ക് വെസൽ ആണോ അല്ലയോ? രാവിലെ എഴുന്നേറ്റപ്പോൾ തല പൊങ്ങുന്നില്ല. റിസാർഡ് പറഞ്ഞു, നിങ്ങൾ പൊക്കോ, ഞാനൊരു 1 hour കഴിഞ്ഞ് വരാം. അങ്ങനെ ഇച്ചിരി ലാറ്റായത്, പൊങ്ങുന്നില്ല. ആമേൻ. അപ്പം ഞാൻ പറഞ്ഞു, ഒട്ടും വയ്യ, പൊക്കോ. അപ്പം ഇന്ന് സൺഡേ സ്കൂളില്ല, ഒരുമിച്ച് പോവാം. ഞാൻ പറഞ്ഞു, ലിസ, ഒരുമിച്ച് പോയാൽ നീ ലേറ്റ് ആവും, കുഞ്ഞുങ്ങൾ പൊക്കോ, ഞാൻ വന്നോളാം. ഞാനൊരു 1 hour ലേറ്റ് ആയാലും നോ പ്രോബ്ലം, വന്നോളാം. പക്ഷേ ഞാൻ അവിടെ നിന്ന് ഒന്ന് മുട്ടുമെന്ന് പ്രാർത്ഥിച്ചു. ശക്തീകരിക്കാൻ നിനക്ക് കഴിയും, ബലപ്പെടുത്താൻ നിനക്ക് കഴിയും. ആമേൻ. ദൈവം ഒരു ശക്തി എൻ്റെ മേൽ തന്നു, ഒരു ബലം എനിക്ക് തന്നു. അതുകൊണ്ട് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. പകൽക്കാലം ചിലരെ ദൈവം ബലപ്പെടുത്തുക, ചിലരെ ദൈവം ശക്തീകരിക്കുക. പല മേഖലകളിലും ഫിസിക്കലി നീ ബലഹീനനായിരിക്കും, സ്പിരിച്വലി നീ ബലഹീനനായിരിക്കും, നീ മനസ്സിൽ തളർന്നിരിക്കുന്ന ആളായിരിക്കും, ചില വിഷയത്തിന്റെ മുമ്പിൽ നീ തകർന്നിരിക്കുകയായിരിക്കും. പരിശുദ്ധാത്മാവ് ഇന്ന് നിന്നോട് ദൂത് പറയുന്നു, ഈ പവർ നിന്നെ ആളുമാറിയവനാക്കും, നിന്നെ ആളുമാറിയവനാക്കും, നിന്നെ ആളുമാറിയവനാക്കും. ജീസസ് അത് റിസീവ് ചെയ്യാൻ കൃപ പ്രാപിച്ച ദൈവമക്കളുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും സകലത്തിനും സകലത്തിനും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും. ഓ ജീസസ്, ഒരു വലിയ അറിവാണ്, വലിയ അറിവാണ്, വലിയ അറിവാണ്. സ്തോത്രം. അതാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്, അതാണ് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ഊർജം. ആമേൻ. ഒരു റോക്കറ്റ് മേലിലോട്ട് പൊങ്ങാനുള്ള ഊർജമുള്ളതുപോലെ ഒരു ഭക്തന്റെ മേൽ ദൈവം ഒരു ഊർജം തന്നിട്ടുണ്ട്. അതാണ് യഹോവയെ കാത്തിരിക്കുന്നവർ, they will renew their strength. They will renew their strength. ഇത് പകൽക്കാലം റിന്യൂ ചെയ്തോണം കേട്ടോ, റിഫ്രഷ് ചെയ്തോണം, റിന്യൂ ചെയ്തോണം, ശക്തി പുതുക്കിക്കോണം.
സകല പ്രതികൂലങ്ങളെ അതിജീവിച്ച് മേളിപ്പോകാൻ, സകല പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള അഭിഷേകം ഇന്ന് പകൽക്കാലം നിന്റെ മേൽ ദൈവം ഇൻവെസ്റ്റ് ചെയ്യാം. ഈ ശക്തി ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഈ ശക്തി ഒരു നിക്ഷേപമാണ്. ആമേൻ, ഹല്ലേലൂയ. നിക്ഷേപം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബാങ്കിൽ കൊണ്ടിടുന്ന നിക്ഷേപം, നമ്മൾ കരുതി വെക്കുന്ന നിക്ഷേപം. എന്തൊക്കെയല്ലേ നിക്ഷേപം എന്ന വാക്കിന്റെ അർത്ഥം? സംതിങ് കീപ്പിംഗ് ഫോർ us. ആമേൻ, ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആമേൻ, ബിസിനസ്സിൽ ചിലർ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്, ബാങ്കിൽ ചിലർ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്, അങ്ങനെ പലയിടങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആമേൻ. എന്നാൽ കർത്താവ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ലോകത്തിലെ ഒരു ബാങ്കിലല്ല, നിന്റെ മൺകൂടാരത്തിലാണ്. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ഈ ശക്തി ദൈവം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് പാസ്റ്റർ ദാനിയേലിന്റെ മേലാ. ഈ ശക്തി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സഹോദര നിന്റെ മേലാ, സഹോദരി നിന്റെ മേലാ. ആ ശക്തി അനുഭവിക്കാൻ receive the power, receive the power, receive the power in the name of Jesus. ആ ശക്തി ഏറ്റെടുത്താട്ടെ. ആമേൻ. താഴോട്ട് വായിച്ചെങ്കിൽ അവസാനിപ്പിക്കാം. പെട്ടെന്ന് വായിച്ചേ. ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം അനുഭവിക്കുന്നെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ഹലോ, അപ്പൊ ഈ പവർ അകത്തുള്ളപ്പോൾ തന്നെ എന്തോ അനുഭവിക്കുന്നു? എൻ്റെ മെസ്സേജിൻ്റെ ഡെപ്ത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പവർ അകത്തുള്ളപ്പോൾ ഈ കഷ്ടതയില്ലെന്നല്ല, ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നു. ഞങ്ങളെ ഞെരുക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞങ്ങളെ അമർത്തുന്ന, ഞങ്ങളെ ഒതുക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. ഈ ശക്തി ഞങ്ങളെ വിശാലമായിട്ട് നടത്തുന്നു. അടുത്തത്, ബുദ്ധിമുട്ടുന്നവരെങ്കിലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് നിരാശപ്പെടുന്നില്ല. ഉണ്ട്. പല ബുദ്ധിമുട്ടിയവരും നിരാശപ്പെട്ടു പോയി. എന്നാൽ ഞങ്ങൾക്ക് നിരാശയില്ല. കാരണം ഈ ശക്തി ഞങ്ങൾക്ക് അതിൻ്റെ മീതെ ജയം തരുന്നു. അനുഭവം ഉള്ള ഒരു സ്തോത്രം പറഞ്ഞോണം. ആരെങ്കിലും ഒക്കെ പറയട്ടെ എന്ന് വിചാരിക്കണ്ട. എൻ്റെ അനുഭവമാണ് പാസ്റ്ററെ, അത് പറയാൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾ ഞെരുങ്ങിയിരിക്കുന്നില്ല, ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. ബുദ്ധിമുട്ടുന്നവരെങ്കിലും ഞങ്ങളുടെ മനസ്സിൽ തൂങ്ങി ചത്തുകളയാന്ന് തോന്നൽ വരുന്നില്ല. ഓ, അതാണ് എൻ്റെ അർത്ഥം. നിരാശയുടെ എന്തെന്തുവാ? സൂയിസൈഡാ. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് തീർന്നു കളയാം എന്നൊരു ചിന്ത. കാരണം ഈ ശക്തി അതിൻ്റെ മേൽ ഞങ്ങൾക്ക് ചെയ്യാൻ തരുന്നു. അടുത്ത വായിച്ചു. ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ ജീവൻ എന്ത് ചെയ്യണം? ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന്. അതിന്റെ അർത്ഥം എന്താ? യേശു ഞങ്ങളിൽ ഉണ്ടെന്ന് ഈ കഷ്ടതയുടെ എല്ലാം നടുവിൽ മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ ഒരു വിടുതൽ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുക. തിളച്ച എണ്ണയിലിട്ടിട്ട് ഞാൻ മറക്കപ്പെടുന്നില്ല. അതിന്റെ ഡെപ്ത് നിങ്ങൾ മനസ്സിലാക്കണം. മറ്റുള്ളവർ നോക്കിയിരിക്കുകയാണ്, ഈ പ്രശ്നത്തിൽ ഇവൻ തീർന്നു പോകും, ഇത് പറഞ്ഞാൽ അവൻ താഴെ പോകും, ഇത് വന്നാൽ പ്രശ്നം തീർന്നു പോകും. ഇതാ മനുഷ്യരെല്ലാം ചിന്തിക്കുന്നതാണ്. ഒന്ന് നിന്നെ ഇടിച്ച് താത്താൻ, ഒന്ന് നിന്നെ തകർക്കാൻ, ഒന്ന് നിന്നെ ഒന്ന് ഇൻസൾട്ട് ചെയ്യാൻ, ഒന്ന് നീ തകർന്നു കാണാൻ, ഒന്ന് നീ ഇല്ലാതായി കാണാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ ഒരു പടി പോലും താഴോട്ട് പോകാതെ നിന്നെ ഉയർത്തിപ്പിടിക്കുന്ന ദൈവശക്തി. ഒരു അഭിഷേകം ഇതിനകത്ത് ദൈവജനത്തിന്റെ മേൽ വ്യാപരിക്കുന്നു.
നിന്റെ ചുറ്റുമുള്ള സകല ഉറവകളും ദുഷ്ടപിശാച് തടങ്കൽ പാറ വെച്ച് അടച്ചാലും സ്വർഗത്തിൽ നിന്ന് ഉറവ നിനക്ക് തന്ന് നിന്നെ നടത്താൻ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ആര് കണ്ടിട്ടില്ലാത്ത ചില ഉറവകൾ, ചില റിസോഴ്സസ് നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, ഹാഗാറിന് വേണ്ടി ബേർശേബ മരുഭൂമിയിൽ തുറന്നതുപോലെ യേശുവിന്റെ നാമത്തിൽ ചില വിടുതലുകൾ നടക്കട്ടെ. It means I can endure sufferings. എൻ്റെ കഷ്ടതയിൽ എനിക്ക് സഹിച്ച് പിടിച്ചു നിൽക്കാൻ കൃപ തരുന്ന ദൈവം. I can overcome temptations. എനിക്ക് പരിശോധനകളെ, വെല്ലുവിളികളെ, പ്രതികൂലങ്ങളെ, കഷ്ടതകളെ അതിജീവിക്കാൻ കൃപ തരുന്ന ദൈവം. ദൈവം ഒരിക്കലും ഒരു പ്രത്യേക ദൗത്യത്തിനു വേണ്ടി നിന്നെ വിളിച്ചിട്ട് അതിനു വേണ്ടി ദൈവം ശക്തീകരിച്ചിട്ടാണ് വിളിക്കുന്നത്. പവർ തന്നിട്ടാണ് വിളിച്ചിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, carry in Jerusalem until you receive the power. സ്തോത്രം. ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കാനുള്ള പവർ നിങ്ങൾക്ക് തരാൻ പോവുക. യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷ്യം വഹിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് തരാൻ പോവുക. അതിനുവേണ്ടി നിങ്ങൾ യെരുശലേമിൽ കാത്തിരിക്കണം. അത് പുതിയ നിയമത്തിലായിക്കോട്ടെ, പഴയ നിയമത്തിലായിക്കോട്ടെ, ഒരു ഭക്തൻ നേരിടുന്ന, അവൻ്റെ ശുശ്രൂഷയിൽ നേരിടുന്ന, അവൻ്റെ ദൗത്യ നിർവഹണത്തിൽ നേരിടുന്ന ഒരു ടാസ്ക്, ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു വലിയ ഉദ്യോഗം ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. അതിനുവേണ്ടി ദൈവം നിന്നെ അനോയിന്റ് ചെയ്യുമ്പോൾ ആ അനോയിന്റിങ്ങിന്റെ കൂടെ ഒരു ശക്തിയുണ്ട്. ആമേൻ, 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 ആമേൻ. ചില പ്രതിസന്ധികളുടെയൊക്കെ പുറത്തു വന്നിട്ട് തിരിച്ചു നോക്കുമ്പോൾ, കർത്താവ്, ഞാൻ എങ്ങനെ സർവൈവ് ചെയ്ത് തോന്നിയത്? നിന്റെ ശക്തി കൊണ്ടല്ല നീ ജയിക്കാൻ പോകുന്നത്. നീ ഓരോ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പോകുന്നത് നീ അന്നന്ന് ദൈവം നിനക്ക് തരുന്ന ഒരു പുത്തൻ ശക്തി. ഇന്ന് പകലിൽ ഈ ആഴ്ച ജീവിക്കാനുള്ള ഒരു ശക്തി നിന്റെ മേൽ ദൈവം തരിക. ദൈവം തരുന്നു. ഗിദെയോനെ ദൈവം വിളിച്ചു. പരാക്രമശാലി എന്നൊക്കെയാണ് വിളിച്ചതെങ്കിലും പുള്ളി എവിടെ ഇരുന്നേ? യോവാസിന്റെ കരുവേലകത്തിന്റെ കീഴിൽ മുന്തിരിച്ചക്കിനധികം ഇരുന്നുകൊണ്ട് ഗോതമ്പ് വെച്ചുകൊണ്ടിരിക്കുക. മുന്തിരി തോട്ടത്തിനകത്ത് മുന്തിരിച്ചക്കിനധികം ഇരുന്ന് ഗോതമ്പ് പിടിച്ചോണ്ട് ദൈവം വിളിച്ചെന്തുവാ? പരാക്രമശാലി. അല്ലയോ ഭീലുവേ എന്നാണോ? അല്ല. എടാ, ഗോതമ്പിന്റെ സീസണിൽ മുന്തിരിച്ചക്കിനരികെ മുന്തിരിത്തോട്ടത്തിനകത്ത് ഒളിച്ചിരിക്കുന്ന ഭീരുവാണ് നീ എന്നാണ് ദൈവം പറഞ്ഞത്. സത്യം അതല്ലേ? സത്യം അതല്ലേ? ഇവിടെ ഗോതമ്പ് ഫീൽഡിൽ നിന്ന് ഗോതമ്പ് വാരി തോളിക്കയറ്റി മുന്തിരിയുടെ സീസൺ അല്ലാത്ത സമയത്ത് മുന്തിരിത്തോട്ടത്തിനകത്ത് വന്ന് മുന്തിരിത്തോട്ടത്തിന്റെ ചക്കിനകത്ത് മറഞ്ഞിരുന്ന് എന്തോ ചെയ്തോണ്ടിരിക്കുക? കുടുംബത്തിന് വേണ്ടിയുള്ള ഗോതമ്പ് വെച്ചുകൊണ്ടിരിക്കുക. കർത്താവ് വന്നു, അല്ലയോ പരാക്രമശാലി. ഓ സ്തോത്രം, ആമേൻ. ലോകം നിന്നെ വിളിക്കുന്നത് അല്ല, ദൈവം നിന്നെ വിളിക്കുന്നത്. യെസ്, ലോകം നിന്നെ ഭീരു എന്ന് വിളിക്കുമ്പോൾ നിന്റെ ദൈവം നിന്നെ വിളിക്കുന്നത്
പരാക്രമശാലിയെ. വിളിച്ച വിളിക്കൊത്തവണ്ണം ഉയർത്താൻ എന്റെ ദൈവത്തിന് കഴിയും. നിന്നെ വിളിച്ച വിളിക്കൊത്തവണ്ണം ഉയർത്താൻ ദൈവത്തിന് കഴിയും. അബ്രഹാമിനെ അബ്രഹാം എന്ന് വിളിച്ചെങ്കിൽ, ബഹുജാതികളുടെ പിതാവ് എന്ന് വിളിച്ചെങ്കിൽ ബഹുജാതികളുടെ പിതാവാക്കാൻ ദൈവത്തിന് പറ്റും. സാറായിയെ സാറ എന്ന് വിളിച്ചെങ്കിൽ, അനേക മക്കളുടെ മാതാവ് രാജകുമാരി എന്ന് വിളിച്ചെങ്കിൽ, വിളിച്ച വിളിക്കത്തുകൊണ്ട് ഉയർത്താൻ ദൈവത്തിന് പറ്റും. ഇന്ന് പകർക്കാണ് നിന്നെ നോക്കി ലോകം പറയുന്നതല്ല എന്റെ ദൈവം പറയുന്നത്. ദൈവത്തിന് ഡിഫറെന്റ് നെയിം. ഓ റിഖബറബശത ഉഡ മന ഹത്തറാല. ദൈവം പറഞ്ഞു, എൻ്റെ കുലം മനശ്ശെ കുലമാണ്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുലം ചെറിയ കുലമാണ്. എൻ്റെ കുലത്തിൽ ഞാൻ ഏറ്റവും ചെറിയവനാണ്. കർത്താവേ, ഇറ്റ് ഈസ് ബെറ്റർ ടു സെലക്ട് സംവൺ ഓൺ ബിഹാഫ് ഓഫ് മീ. എനിക്ക് പകരം വേറെ ആരെങ്കിലും നീ ഒന്ന്. I am incapable, unworthy, I can't. മോശെ അതാ പറഞ്ഞേ, 80 വയസ്സായ ദൈവമേ, ആടുകളുടെ പുറകെ നടന്ന് 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 ഇപ്പൊ വാ തുറന്ന ഗോ ഗോ പറയാനേ അറിയുള്ളൂ. I don't know how to talk. I am a tampering tongue man. എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത തടിച്ച നാവുണ്ട്. കർത്താവ് പറഞ്ഞു, ഗിദെയോനോട് പറഞ്ഞു, ഗിദെയോനേ, ഒറ്റ നോട്ടം ഈ ബലത്തോടെ പോ. ഓ റബശതന, ഗിദെയോനെ നിന്റെ മുമ്പിൽ തീർത്തു തരാൻ, മിദ്യാന്യരെ നിന്റെ മുമ്പിൽ തീർത്തു തരാൻ, മിദ്യാന്യരെ നിന്റെ മുമ്പിൽ വീഴ്ച തരാൻ, മിദ്യാന്യരെ നിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ, നിനക്കെതിരെ പോരാടി നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ നിന്റെ മുമ്പിൽ മുട്ടുമടക്കിക്കാൻ. Receive, receive, receive. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. ഇതിനോട് പറഞ്ഞു, ഈ ബലത്തോടെ നീ പോകാം. പുള്ളിക്ക് ആ ബലത്തിൽ അത്രയ്ക്ക് ബലമില്ലാതെ വന്നതുകൊണ്ടാണ് 30,000 പേരെ കൂടെ കൂട്ടിയത്. കർത്താവ് പറഞ്ഞു, വീര്യവും ഭൈരത്വവും ഭയമുള്ളവർക്ക് പൊക്കോട്ടെ. 20,000 എണ്ണം പോയി, പിന്നെ 12,000 ഉള്ളൂ. പിന്നെയും കർത്താവ് പറഞ്ഞു, ഞാൻ പറയുന്ന പോലെ വെള്ളം തക്കി കുടിക്കുന്നത് മാത്രം മതി, അല്ലാത്തൊരൊന്നും വേണ്ട. പിന്നെയും പോയി 300 പേരായി. കർത്താവ് പറഞ്ഞു, മതി, എനിക്ക് മിദ്യാനെ തകർക്കാൻ ഇത് മതി. ഇവന്മാര് പോലും വേണ്ട, നിന്റെ മേലെ അതിനുള്ള ശക്തി തന്നിട്ടുണ്ട്. നിനക്കെതിരെ നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ മുട്ടുമടക്കിക്കാൻ നീ ഒരു കൂട്ടും പിടിക്കാൻ പോകണ്ട. നീ ഒരു കൂട്ടും പിടിക്കാൻ പോകണ്ട. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പൈശാചിക ശക്തികൾ നിന്റെ ശുശ്രൂഷക്കെതിരെ, നിന്റെ ആരോഗ്യത്തിനെതിരെ, നിന്റെ ജോലിക്കെതിരെ പോരാടി നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ നീ നോക്കി നിൽക്കെ തമ്മിലടിച്ച് പിരിയും. Receive, 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 receive. അതാ സംഭവിച്ചേ. കൊടകൊടച്ചു ബന്ധം കൊളുത്തി, കൊടകൊടച്ചു ബന്ധം കൊളുത്തി, ഒരു ബഹളമൊക്കെ ഉണ്ടാക്കി ഹല്ലേലൂയയൊക്കെ പറഞ്ഞ് കണ്ണു തുറന്നപ്പം മിദ്യാന്റെ ഒരു വാളെടുത്ത് തമ്മി വെട്ടി. ഗിദെയോന്റെ വാളൊന്നും ഉപയോഗിച്ചില്ല. വിളയോനൊരു കൊടമൊക്കെ ഉടച്ച് ഹല്ലേലൂയ ഗ്ലോറിയൊക്കെ പറഞ്ഞ് കണ്ണു തുറന്ന് നോക്കിയപ്പം മിദ്യാന്റെ ഒരു വാളെടുത്ത് തമ്മിൽ വെട്ടിത്തീർന്നു. അങ്ങനെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിനക്കെതിരെ കൂട്ടം കൂടി വരുന്ന പൈശാചിക മണ്ഡലങ്ങൾ
നീ നോക്കി നിൽക്കെ ചെതറിപ്പോകും. ചെതറിപ്പോകും. ജീസസ്, ഹല്ലേലൂയ. മോശയ്ക്ക് ദൈവം 30 ലക്ഷം പേരെ നടത്താനുള്ള ശക്തി ആ ഹോരേബിന്റെ താഴ്വരയിൽ ദൈവം പകരുക. വടി താഴെയുടെ വടിയെടുക്ക. ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് മോശയുടെ സ്വഭാവം മാറി. അടുത്തൊരു ധൈര്യം കിട്ടി. 300 പേരെ കൊണ്ടുപോകുന്നതിന്റെ പാട് നമുക്കല്ലേ അറിയാം. 30 ലക്ഷം. ഈ ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തു. ശമൂവേല് തൈലക്കൊമ്പിൽ അഭിഷേക തൈലവുമായിട്ട് ഇശായിയുടെ വീട്ടിൽ വന്ന് അഭിഷേക തൈലം അവന്റെ തലയിൽ ഒഴിച്ചു. പോരാട്ടം തുടങ്ങി. എന്തോ തുടങ്ങി? പോരാട്ടം. പോരാട്ടം എന്ന് ഞാൻ പറയുന്നതിനെക്കാട്ടും ഒരു ട്രെയിനിങ്. എല്ലാത്തിനും ട്രെയിനിങ് ഉണ്ട്. സിംഹം എടുത്തിയാടിയത് ട്രെയിനിങ് ആയിരുന്നു. കരടി എടുത്തിയാടിയത് ട്രെയിനിങ് ആയിരുന്നു. പോരാട്ടത്തിൻ്റെ ട്രെയിനിങ്. വലിയ വലിയ ശക്തികളെ നീ നേരിടാനുണ്ടെങ്കിൽ ദൈവം ഇങ്ങനെ ചെറിയ ചെറിയ ശക്തികൾ. ഈ മിലിറ്ററി എയർഫോഴ്സിലുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. അവരുടെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ കാടിലും മലയിലും നദിയിലും ഒക്കെ ഇങ്ങനെ മുട്ടുമ്മ ഇഴപ്പിച്ച് ചാടിച്ച് ഓടിച്ച് മുട്ടുമ്മലൊക്കെ നീളും. വനത്തിനകത്തിന് കല്ലിൻ്റെയും മുള്ളിലേക്ക് മുട്ടിയിൽ ഇഴഞ്ഞ് എന്തെല്ലാം ട്രെയിനിങ് ആണെന്നറിയാം. എന്തിനാണെന്നറിയാമോ? നാളെ ഒരു വാറ് വരുമ്പം എവിടെ ഇഴയാനും നിനക്കൊരു ശക്തി വേണം. സ്തോത്രം. ദൈവം അതിനുള്ള പവർ തരും. അവരുടെ ശക്തി ദൈവം തരും. ഇന്ന് പകൽക്കാലം ദൈവം ചിലരുടെ മേൽ ദൈവശക്തി പാരുക. ആമേൻ. ആ ശക്തിയാണ് കൊച്ചു ബാലകനായ ദാവീദിനെ ഗോലിയാത്തിന് മുമ്പിൽ കൊണ്ട് നിർത്തിയത്. രാവിലെയും വൈകുന്നേരം വെല്ലുവിളിക്കുന്ന ഈ പൈശാചിക ശക്തിയുടെ മുമ്പിൽ ദാവീദ് വന്നു. എല്ലാവരും പറഞ്ഞു, വീട്ടിൽ പോടാ കൊച്ചിറക്ക, നിന്നെ എന്തിനു കൊള്ളാടാ, നീ ഇവിടെ നിന്ന് അവനും പറഞ്ഞു, നീ എൻ്റെ മുമ്പിൽ നായെ പോലെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. പുള്ളിക്കൊരു കാര്യം അറിയാം, എൻ്റെ അകത്തൊരു ശക്തിയുണ്ട്. വീട്ടിൽ പോകാൻ ഇവന്മാർ പറയുന്നത് എൻ്റെ ശരീരം കണ്ടോണ്ടാ, പക്ഷെ എൻ്റെ അകത്തൊരു പവറുണ്ട്, എൻ്റെ അകത്തൊരു അഭിഷേകമുണ്ട്. അത് ഇവന്മാർക്ക് അറിഞ്ഞൂടാ. അത് ഞാൻ കരടിയെ പിടിച്ചപ്പോ എനിക്ക് മനസ്സിലായി. അന്ന് വരെ എനിക്കും അറിയില്ലായിരുന്നു. ഈ ശക്തി എൻ്റെ മേലുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് കരടിയോട് പോരാടിയപ്പോഴാ. ഈ ശക്തി എൻ്റെ മേലുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ സിംഹത്തോട് പോരാടിയപ്പോഴാ. നിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ പോരാട്ടങ്ങൾ നീ ആരാണെന്ന് നിനക്ക് തിരിച്ചറിയാനാ. സ്തോത്രം. ഹല്ലേലൂയ. പുള്ളി പറഞ്ഞു, എനിക്കൊരു അഭിഷേകവും ഉണ്ട്. എൻ്റെ സഞ്ചിക്കകത്ത് 5 കല്ലുണ്ട്, കയ്യിലൊരു കവണയും. 5 എടുക്കേണ്ടി വരില്ല, 1 മതി. നിന്റെ എത്ര വലിയ പരിചയം ഉണ്ടെങ്കിലും, നീ എത്ര വലിയ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെങ്കിലും, നീ എത്ര വലിയ പവറാണെങ്കിലും, ഞാൻ അഭിഷേകത്തോടെ കറക്കി എറിയുന്ന ഒറ്റക്കല്ല് കൊള്ളന്റെ അടുത്ത് കൊള്ളും, നീ താഴെ വീഴും. ആമേൻ. ഏറ്റെടുക്കാൻ കഴിയുന്നവർക്കായി സ്തോത്രം. നിന്റെ മേലെ അഭിഷേകം ഉന്നമുള്ള അഭിഷേകമാണ്, ഉന്നം തെറ്റാത്ത അഭിഷേകം. ഏൽപ്പിച്ചു കൊടുക്കാമോ? എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുക, ദീർഘിപ്പിക്കുന്നില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടപെട്ടു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ശോധനയാൽ ഉള്ളം കലങ്ങിയിടിലും, വേദനയാൽ കൺകൾ നിറഞ്ഞിടിലും, ശോധനയാൽ
ഉള്ളം കലങ്ങിടിയിലും വേദനയാ കൺകൾ ആനന്ദമാ പരമാനന്ദമാ ആനന്ദ സന്തോഷത്തിൽ കൈ ഉയർത്തി പാടാം. ആനന്ദമാ പരമാനന്ദമാ ആനന്ദ സന്തോഷത്തിൽ ജീവിതമാ നടത്തിയിടുന്നു ദൈവമെന്നെ നടത്തിയിടുന്നു. കൈ ഉയർത്തി നാൾതോറും ആമേൻ വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. നാൾതോറും ആമേൻ വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ആമേൻ നാൾതോറും വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. കൂരിരുൾ തിങ്ങിടും വേളകളിൽ കൂട്ടുകാർ വീട്ടുപോം വേളകളിൽ കൂരിരുൾ തിങ്ങിടും പാതകളിൽ ആമേൻ കൂട്ടുകാർ വീട്ടുപോം വേളകളിൽ കൂട്ടിനവൻ എന്റെ കൂടെ വരും കൂടാരമറവിലങ്ങ് അഭയം തരും. ആമേൻ കൂട്ടിനവൻ എന്റെ കൂടെ വരും കൂടാരമറവിലങ്ങ് അഭയം തരും. ആമേൻ നടത്തിയിടുന്നു ദൈവമെന്നെ നടത്തിയിടുന്നു. നാൾതോറും ആമേൻ വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. നാൾതോറും ആമേൻ വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. കരങ്ങളെ ഉയർത്തി 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്ന യേശു കർത്താവ് മുഖാന്തരം ഞാൻ സകലത്തിനും എന്നെ ശക്തനാക്കുന്ന യേശു കർത്താവ് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായ. ഗോഡ് ബ്ലസ് യു. സാക്ഷ്യം പറയാം.